ലോകം ഇന്നുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത, മനുഷ്യ ചരിത്രത്തിന് ഇന്നുവരെ പരിചയമില്ലാത്ത ഏറ്റവും ഭയാനകമായ മഹായുദ്ധം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൃത്യമായി ലോകാവസാനത്തിൻ്റെ അടയാളമായി കൊണ്ട് പറഞ്ഞ ആ വലിയ പ്രവചനം, അൽ മൽഹമത്തുൽ കുബ്ര. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ ദജ്ജാൽ, അവൻ്റെ വരവുമായി ബന്ധപ്പെട്ട പ്രവാചകന്റെ പ്രവചനങ്ങളെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളെക്കുറിച്ച്, യേശുക്രിസ്തു അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആകാശലോകത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതിനെക്കുറിച്ചും, ദജ്ജാലുമായി നടത്തുന്ന യുദ്ധത്തെക്കുറിച്ചും, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട വിഷയം, അത് സംഭവിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരവിന് മുന്നെയാണ്. മൽഹമത്തുൽ കുബ്ര. എന്താണ് ഈ മൽഹമത്തുൽ കുബ്ര എന്ന് പറഞ്ഞാൽ? മൽഹമ എന്നാൽ വലിയ രക്തച്ചൊരിച്ചിലുണ്ടാകുന്ന, മനുഷ്യ ശരീരങ്ങൾ കീറി മുറിക്കപ്പെടുന്ന, ഭയാനകമായിട്ടുള്ള, ഏറ്റവും മാരകമായിട്ടുള്ള ഒരു യുദ്ധം. അൽ കുബ്ര എന്ന് പറഞ്ഞാൽ ദി ഗ്രേറ്റസ്റ്റ്. കബീർ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ വേർഡാണ്. അതായത് മനുഷ്യർ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്രത്തോളം ജീവൻ നഷ്ടപ്പെടുന്ന, മനുഷ്യരാശിയുടെ നാശത്തിന് തന്നെ ഒരു കാരണമായി തീരുന്ന ലോകമഹായുദ്ധം എന്നർത്ഥം. ഇതിൻ്റെ അടയാളങ്ങൾ എന്താണ്? ഇതിലേക്കുള്ള തുടക്കം എന്താണ്? പ്രവാചകൻ്റെ അനുചരനായിട്ടുള്ള മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും, മൽഹമയുടെ തുടക്കം എന്നുള്ളത് മദീനയുടെ തകർച്ചയാണ്. അതായത് മദീനയുടെ തകർച്ചയിലൂടെയാണ് മൽഹമ ആരംഭിക്കുന്നത്. മദീനയുടെ തകർച്ച അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ബൈത്തുൽ മുഖദ്ദിസ് അഥവാ ജെറൂസലേം കൂടുതൽ ആളുകളാൽ പരിചരിക്കപ്പെടുന്നൊരവസ്ഥ, ആ ഒരു സമയം അത് കൃത്യമായി കൊണ്ട് ഭാവിയിൽ വരുമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ലോകം, ജനങ്ങൾ കൂടുതലായിക്കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിനെ അല്ലെങ്കിൽ ജെറൂസലേമിനെ പരിചരിക്കും. അത് സംഭവിക്കുമ്പോൾ മദീനയുടെ തകർച്ചയും ആരംഭിക്കും. ബൈത്തുൽ മുഖദ്ദിസ് അല്ലെങ്കിൽ ജെറൂസലേം കൂടുതൽ ജനങ്ങളാൽ പരിചരിക്കപ്പെടുന്നൊരവസ്ഥ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? രണ്ട് തരത്തിൽ സംഭവിക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതിലൊന്നാമതായിട്ട് ആ പ്രദേശം മുസ്ലിം ഭരണാധികാരികളുടെയും മുസ്ലിങ്ങളുടെയും ശ്രദ്ധാ കേന്ദ്രമായി മാറുകയും അവരുടെ സമ്പത്തും ആരോഗ്യവും ആയുധങ്ങളും വരെ കൂടുതലായിക്കൊണ്ട് അങ്ങോട്ട് കേന്ദ്രീകരിക്കപ്പെടുന്നൊരവസ്ഥ. ഇതാണ് ഒരു സാധ്യത. അതായത് മുസ്ലിങ്ങളിലൂടെ ആ ഒരു പ്രദേശം, ആ ജെറൂസലേം ബൈത്തുൽ മുഖദ്ദിസ് എന്ന പ്രദേശം പരിചരിക്കപ്പെടുന്ന അവസ്ഥ. രണ്ടാമത്തെ സാധ്യത, മുസ്ലിങ്ങളല്ലാത്ത ഭരണാധികാരികളുടെ കയ്യിലേക്ക് ആ പ്രദേശത്തിൻ്റെ കൺട്രോൾ വരികയും അവർ അവിടേക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുകയും ചെയ്യുക. അതിലൂടെ അവർ ആഗ്രഹിക്കുന്ന വാണിജ്യപരമായി കൊണ്ടുള്ള, വ്യാപാരപരമായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹബ്ബാക്കിക്കൊണ്ട്, ഒരു പ്രദേശമാക്കിക്കൊണ്ടൊക്കെ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത്. അതായത് മുസ്ലിങ്ങളല്ലാത്ത ആളുകളിലൂടെയും അത് പരിചരിക്കപ്പെടുന്ന അവസ്ഥ. സമകാലിക ലോകത്ത് അമേരിക്ക പോലെയുള്ള, ഇസ്രായേൽ പോലെയുള്ള പലസ്തീൻ പ്രദേശത്ത് അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ ഫ്യൂച്ചർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഗാസയെക്കുറിച്ചൊക്കെ ഒരു ടൂറിസ്റ്റ് ഹബ്ബ് പോലെ ആക്കിയെടുക്കുമെന്നൊക്കെ അവർ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഈ രണ്ട് രീതിയിൽ നടന്നാലും ശരി, പ്രധാനപ്പെട്ട വിഷയം ബൈത്തുൽ മുഖദ്ദിസ് ജെറൂസലേം എന്നുള്ളത് കൂടുതൽ ആളുകളാൽ പരിചരിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. അതോടുകൂടി മദീനയുടെ തകർച്ച ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറൊരു ഹദീസിൽ ലോകാവസാനത്തിലേക്കുള്ള 6 സ്റ്റേജസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 6ാമത്തെ സ്റ്റേജാണ് നമ്മളുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ പ്രധാനപ്പെട്ട ഭാഗം. 1ാമത്തെ സ്റ്റേജ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗമാണ്. 2ാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ബൈത്തുൽ മുഖദ്ദിസ് കീഴടക്കുക എന്നുള്ളതാണ്. അതായത് ജെറൂസലേം മുസ്ലിം ഭരണാധികാരികളുടെ കയ്യിലേക്ക് വരും, മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് വരുമെന്നുള്ളത്. ഖലീഫയായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിൽ ഹിജ്റ 16 അദ്ദേഹം ബൈത്തുൽ മുഖദ്ദിസ് ജെറൂസലേം കീഴടക്കുന്നുണ്ട്. വളരെ കൃത്യമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം നെക്സ്റ്റ് സ്റ്റേജ് കൃത്യമായി കൊണ്ട് സംഭവിക്കുകയാണ്. പ്രവാചകൻ്റെ ജീവിതകാലത്തിൽ ഒരിക്കൽ പോലും അവർ ബൈത്തുൽ മുഖദ്ദിസ് കീഴടക്കിയിട്ടില്ല. എന്നാൽ സെക്കൻഡ് സ്റ്റേജ് വളരെ കൃത്യമായി കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സംഭവിക്കുകയാണ്. 3ാമത്തെ സ്റ്റേജ് എന്നുള്ളത് ഒട്ടകങ്ങൾ പൊടുന്നനെ മരണപ്പെട്ടു പോകുന്നത് പോലെ മനുഷ്യർക്കൊരു രോഗം ബാധിക്കുകയും ഒരു രോഗത്തിൻ്റെ വ്യാപനം ഉണ്ടാവുകയും അതേപോലെ മനുഷ്യർ പൊടുന്നനെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത്. ഇതും കൃത്യമായി കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് തന്നെയാണ് സംഭവിക്കുന്നത്. അദ്ദേഹം ബൈത്തുൽ മുഖദ്ദിസ് കീഴടക്കിയ ശേഷം മൂന്നാമതായിട്ട് പ്രവാചകൻ പറഞ്ഞ സ്റ്റേജ് കൃത്യമായി കൊണ്ട് മൂന്നാമതായി കൊണ്ട് തന്നെ സംഭവിക്കുകയാണ്.
നാലാമത്തെ സ്റ്റേജ് എന്നുള്ളത് ഒരു മനുഷ്യന് 100 ദിനാർ കിട്ടിയാൽ പോലും അത് തികയാത്തൊരവസ്ഥ, അതൊന്നുമല്ലാത്തൊരവസ്ഥ. നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ആർക്കാണ് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തൃപ്തി വരുന്നൊരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. പണ്ടൊക്കെ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഒരു 500 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ ഓക്കെയാണ്. ഇത് പണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് കാലം മുമ്പൊന്നല്ല കേട്ടോ, വളരെ അടുത്ത കാലഘട്ടം വരെ. ഇപ്പോൾ 2000 കൊടുത്താലും ഒന്നും അല്ലാത്തൊരവസ്ഥയാണ്, അതുപോലും തൃപ്തിയാവാത്തൊരവസ്ഥയാണ്. ആ രീതിയിലേക്ക് സമ്പത്തിൻ്റെ വ്യാപനം ഉണ്ടായി എന്നുള്ളത്. അഞ്ചാമത്തെ സ്റ്റേജ് എന്നുള്ളത് ഒരു ഫിത്ന പുറപ്പെടും. എല്ലാ അറബികളുടെ വീട്ടിലേക്കും ആ ഒരു ഫിത്ന, ആ ഒരു പ്രശ്നം എത്തിച്ചേരുമെന്നുള്ളത്. പല ഫിത്നകളും പല പ്രശ്നങ്ങളും സമൂഹത്തിൽ ദോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും, ലിബറലിസം പോലെയുള്ള, ഏത്തിയിസം പോലെയുള്ള പല കാര്യങ്ങളൊക്കെ അറബികളുടെ വീട്ടിലേക്ക് മാത്രമാണ്, നമ്മളുടെ വീട്ടിലേക്ക് പോലും എത്തുന്നൊരവസ്ഥയിലപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഫോണിൽ ഏത് ഫിത്നയും കിട്ടും. ഈ ഫിത്ന എന്നുള്ളത് അറബികളിലേക്ക് ചേർത്തി പറഞ്ഞ കാര്യമാണ്. അള്ളാഹു ആലം എന്താണ് ഫിത്ന എന്നുള്ളത് ഹവാരിയത്ത് പോലെയുള്ള, ലിബറലിസം പോലെയുള്ള ഏത് ഫിത്നകളും ആവാം എന്നുള്ളതാണ്. കൃത്യമായിക്കൊണ്ട് എന്താണെന്ന് നമുക്കറിയില്ല. ആറാമത്തെ സ്റ്റേജ്, അതാണ് നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. പ്രവാചകൻ പറയാണ്, നിങ്ങൾ മുസ്ലിങ്ങൾ റോമക്കാരുമായിട്ടൊരു സമാധാന കരാറിൽ ഏർപ്പെടും. ഇവിടെ മുസ്ലിങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് മുസ്ലിം രാജ്യങ്ങളുടെ, ലോകത്തിലുള്ള മുസ്ലിം രാജ്യങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ്. റോമക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിൽ നിന്ന് വന്നിട്ടുള്ള, ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും റോമൻ പാരമ്പര്യത്തിൽ നിന്നും വന്നിട്ടുള്ള രാജ്യങ്ങളായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, പാശ്ചാത്യ രാജ്യങ്ങളായിക്കോട്ടെ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളായിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ. അതായത് ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയും ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ടുള്ള, റോമൻ പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുമെന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാം എന്നുള്ളത് എപ്പോഴും സമാധാനത്തിൻ്റെ മതമാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? മുസ്ലിങ്ങൾ സമാധാന കരാറുകൾ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, അവർ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അവരുമായിട്ട് സമാധാന കരാറുണ്ടാക്കുക. ഇതൊരു സാധാരണ സമാധാന കരാർ മാത്രമല്ല, പകരം ഒരു സൈനിക കരാർ കൂടിയാണ്. മുസ്ലിങ്ങളുടെ കൂട്ടായ്മക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു കൊടി ഉണ്ടായിരിക്കും. ഈ റോമൻ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളുടെ അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ടുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മക്കും സ്വന്തമായിട്ട് അവരുടേതായിട്ടുള്ളൊരു കൊടി ഉണ്ടായിരിക്കും. പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യം, ഈ രണ്ട് ഗ്രൂപ്പുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു യുദ്ധം നയിക്കും. അന്ന് ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ലോകത്തിൽ തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിനെ ഈ രണ്ട് വിഭാഗം ആളുകളും ഒരുമിച്ച് കൂടി ചേർന്ന് അറ്റാക്ക് ചെയ്യും. വലിയ ശക്തിയുള്ള ആ സൈന്യത്തിനെ ഈ രണ്ട് വിഭാഗം ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് തോൽപ്പിക്കുകയും ചെയ്യും. നാളെ നിരീശ്വരവാദികളുടെ ഒരു കൂട്ടായ്മ, അവരുടെ ഒരു സൈന്യമോ, ലിബറലുകളുടെ സൈന്യമോ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത പുതിയൊരു ആശയമോ, അങ്ങനെ സമൂഹത്തിന് ദോഷമായിക്കൊണ്ടിരിക്കുന്ന, സമൂഹത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക ആശയമായിരിക്കാം എന്നല്ലാതെ കൃത്യമായിക്കൊണ്ട് ഇന്ന ആശയമാണ്, ഇന്ന വിഭാഗം ആളുകളാണ് മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും പൊതുശത്രുവായിക്കൊണ്ട് നാളെ വരുന്നത് എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കില്ല. പിന്നീട് ഈ ഒരു ഘോരമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം മുസ്ലിം സൈന്യവും ക്രൈസ്തവ സൈന്യവും നല്ല പുൽമേടുകളുള്ള, മനോഹരമായിട്ടുള്ള കുന്നുകളൊക്കെയുള്ള ഒരു പ്രദേശത്ത്, ഒരു വലിയ പ്രദേശത്ത് അവർ ക്യാമ്പ് ചെയ്യും. ആ സമയത്ത് ലോകം മുഴുവൻ ഒരു പ്രത്യേക പ്രചാരണം, നരേറ്റീവ് രൂപപ്പെടാൻ തുടങ്ങും. ക്രൈസ്തവ സൈന്യത്തിനകത്തുള്ളൊരു വ്യക്തി, അദ്ദേഹം കുരിശ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് കുരിശിൻ്റെ വിജയമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും. ഈ വിജയത്തിന് പിന്നിൽ കുരിശിൻ്റെ ശക്തിയാണെന്ന് വരെ അവർ വ്യാഖ്യാനിക്കും. ഇത് വലിയ രീതിയിലുള്ളൊരു കോലാഹലങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും. അതുവരെ ഒരുമിച്ച് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തിട്ടുള്ള ആ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, ഇത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വിജയം എന്നുള്ളതും, അത് അവരുടെ വിശ്വാസം പൊളിറ്റിക്കലി അവർ ഉപയോഗിക്കാൻ നോക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആ രണ്ട് സൈന്യത്തിൻ്റെയും ആ ഒരു കൂട്ടായ്മയിൽ കൃത്യമായിട്ടൊരു വിള്ളലുണ്ടാക്കും. സൈന്യത്തിനെ വിഭജിക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പണ്ട് പറഞ്ഞ ശേഷം നമ്മുടെ ഒരു കാലഘട്ടത്തിലും ചരിത്രങ്ങളിൽ പോലും ഇത്തരത്തിൽ പലതിനെയും അവർ കുരിശുമായിട്ട് ബന്ധിപ്പിച്ചതായിട്ടും വ്യാഖ്യാനിച്ചതായിട്ടും നമ്മുടെ കാലത്ത് പോലും നമുക്ക് കാണാൻ സാധിക്കും. 2001 9/11 ആക്രമണത്തിന് ശേഷം ജോർജ് ബുഷ് ആ സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രചാരണത്തിൽ ഈ പോരാട്ടത്തെ കുരിശ് യുദ്ധം എന്ന വാക്കുമായി ചേർത്ത് സംസാരിച്ചത് നമ്മൾ കണ്ടതാണ്. ഇതുപോലെ തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ബ്രിട്ടീഷ് ജനറലായിരുന്ന എഡ്മണ്ട് അലൻബി ജെറൂസലേം കീഴടക്കിയപ്പോൾ ഇപ്പോഴാണ് കുരിശ് യുദ്ധം അവസാനിച്ചത് എന്ന രീതിയിൽ ഈ വിജയത്തെ കുരിശിലേക്ക് ചേർത്തുകൊണ്ട് സംസാരിച്ചിരുന്നതായി ചില ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്കൻ സൈന്യം ഉപയോഗിച്ചിരുന്ന മാരകായുധങ്ങളിൽ പോലും ബൈബിൾ വചനങ്ങൾ രേഖപ്പെടുത്തിയിരുന്നതായി ABC ന്യൂസ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്രൈസ്തവ സൈനികൻ ഇത്തരത്തിൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിൽ അരിശം പൂണ്ട ഒരു മുസ്ലിം സൈനികൻ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്യും.
ഇതോടുകൂടി പാശ്ചാത്യ യൂറോപ്യൻ സൈനിക ശക്തികൾ മുസ്ലിങ്ങൾ തങ്ങളെ വഞ്ചിച്ചുവെന്നും കരാറിൽ നിന്ന് പിന്മാറുന്നു എന്നും പ്രഖ്യാപിക്കും. അതായത് സമാധാന കരാർ അവർ വിട്ടൊഴിഞ്ഞു പോകും. മാത്രമല്ല മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് 80 ബ്രിഗേഡുകളുടെ അണ്ടറിലായിക്കൊണ്ട് 80 കുടിക്ക് കീഴിലായിക്കൊണ്ട് അവർ സൈന്യത്തിനെ വിന്യസിപ്പിക്കും. ഇതോടുകൂടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധമായിട്ടുള്ള മൽഹമ ആരംഭിക്കുന്നത്. പിന്നീട് ഈ പാശ്ചാത്യ സൈന്യം അവർ സിറിയയിലെ ദാബിക് എന്ന പ്രദേശത്തോ അല്ലെങ്കിൽ അഹ്മാക്ക് എന്ന പ്രദേശത്തോ ക്യാമ്പ് ചെയ്യുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ വെച്ചായിരിക്കും മൽഹമയുടെ ഏറ്റുമുട്ടലിൻ്റെ തുടക്കം ആരംഭിക്കുന്നത്. ഈ അഹ്മാക്ക് ദാബിക് എന്ന പ്രദേശം ഷാമിലെ ഹലബ് എന്ന പ്രദേശത്തിൻ്റെ അടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. അറബിയിൽ ഇതിനെ ഹലബ് എന്ന് വിളിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെ ആലപ്പോ എന്നാണ് വിളിക്കുന്നത്. നിലവിൽ സിറിയയുടെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ നഗരമാണിത്. അഹ്മാക്ക് എന്ന പ്രദേശം അറിയപ്പെടുന്നത് ആമിക് വാലി എന്നാണ്. ദമാസ്കസിൽ നിന്ന്, സിറിയയിലെ ദമാസ്കസിൽ നിന്ന് 411 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ദാബിക് എന്ന പ്രദേശം ഹലബ് അല്ലെങ്കിൽ അലപ്പോ നഗരത്തിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ വടക്കു മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ്. തുർക്കി അതിർത്തിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു പ്രദേശം കൂടിയാണ് ഈ ദാബിക് എന്നുള്ളത്. നമ്മൾ മുന്നേ പറഞ്ഞ അഹ്മാക്കും ദാബിക്കും രണ്ട് പ്രദേശവും വളരെ ദൂരെയല്ലാത്ത രീതിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ മുൻപും വലിയ യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതായിട്ട് കാണാൻ സാധിക്കും. 1516 ഓട്ടോമൻ സാമ്രാജ്യവും മംലൂക്കുകളും നടന്നിട്ടുള്ള സിറിയയിലെ ഭരണം നിശ്ചയിച്ച പ്രശസ്തമായിട്ടുള്ള മർജ് ദാബിബ് എന്ന യുദ്ധം നടന്നത് ഇവിടെ വെച്ചിട്ടാണ്. ദാഇഫ് അല്ലെങ്കിൽ ഐസിസ് തീവ്രവാദികൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു ഹദീസിനെയും ദാബിക് എന്ന പ്രദേശത്തിനെയും ദുർവ്യാഖ്യാനം ചെയ്തതായിട്ടും ദുരുപയോഗം ചെയ്തതായിട്ടും കാണാൻ സാധിക്കും. 2014 അവർ ഖിലാഫത്ത് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ദാബിക് എന്ന പ്രദേശം അവർ പിടിച്ചെടുക്കുകയും പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ ഒരു വലിയ പ്രവചനം സംഭവിക്കാൻ പോകുന്നത് ഞങ്ങളിലൂടെയാണെന്ന് അവർ വ്യാഖ്യാനിക്കുകയും ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആഗോളതലത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാർ അവർക്കെതിരെ ശക്തമായ പുസ്തകങ്ങളും ലേഖനങ്ങളും പുറത്തിറക്കുകയുണ്ടായി. പിന്നീട് തുർക്കിയും സിറിയൻ വിമതരും ചേർന്നുകൊണ്ട് ദാബിക് എന്ന പ്രദേശം ഈ തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് യുദ്ധത്തിലൂടെ തിരിച്ചു പിടിച്ചു. ഇതോടുകൂടിയാണ് അവർ പ്രചരിപ്പിച്ച കള്ളത്തരങ്ങൾ സാധാരണക്കാരായ വലിയ കൂട്ടം ആളുകൾക്ക് ബോധ്യപ്പെട്ടത്. ഐസിസ് ദാബിക് എന്ന പ്രദേശത്തിന് എത്രത്തോളം മിസ്യൂസ് ചെയ്തിരുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രസിദ്ധീകരണം. അതിൻ്റെ പേര് പോലും ദാബിക് എന്നായിരുന്നു. അങ്ങനെ ദാബിക് എന്ന പ്രദേശത്തോ അഹ്മാക്ക് എന്ന പ്രദേശത്തോ ക്രൈസ്തവ റോമൻ പാശ്ചാത്യ സൈന്യം അവർ തമ്പടിക്കുന്ന സമയത്ത്, അവർ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് മുസ്ലിങ്ങൾ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈന്യത്തെ ഒരുക്കും. സിറിയയിലെ ദമാസ്കസിനടുത്തുള്ള ഗൂത്ത എന്നൊരു പ്രദേശത്തായിരിക്കും മുസ്ലിങ്ങൾ ഒരു സൈന്യത്തെ ഒരുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൈത്തുൽ മുഖദ്ദസ് കൂടുതൽ ആളുകളാൽ പരിചരിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ മദീനയുടെ പ്രാധാന്യം കുറയും, അല്ലേ? പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് മദീനയുടെ പ്രാധാന്യം കൂടാൻ പോവുകയാണ്. മദീനയിൽ നിന്ന് അന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള നല്ല വിശ്വാസികളായിട്ടുള്ള ഒരു സൈന്യം പുറപ്പെടും. അതായത് ഗൂത്തയിൽ തമ്പടിച്ചിരിക്കുന്ന മുസ്ലിം സൈന്യത്തിനെ സഹായിക്കാൻ വേണ്ടി ഒരു സൈന്യം പുറപ്പെടും. ഈ സൈന്യത്തിൻ്റെ നേതാവാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനയുടെ അല്ലെങ്കിൽ അറേബ്യയുടെ ഭരണം ഏറ്റെടുക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹം സൈനിക തലവനായി മാറുന്നത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അൽ ഊത്ത എന്ന പ്രദേശത്തിൻ്റെ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദമാസ്കസിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു കാർഷിക പ്രദേശമാണിത്. രണ്ട് സൈന്യങ്ങളും പിന്നീട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മുഖാമുഖം എത്തുന്നൊരവസ്ഥ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് റോമൻ പാശ്ചാത്യ സൈന്യം ഒരു കാര്യം ആവശ്യപ്പെടുന്നതായിട്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അവർ പറയും, ഞങ്ങളുടെ ആളുകളെ നിങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതരണം. അതായത് അവരിൽ നിന്ന് മുസ്ലിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ള ചില ആളുകൾ, അവരെ നിങ്ങൾ വിട്ടുതരണം എന്ന് പറയും. മുസ്ലിങ്ങൾ പറയും, ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ വിട്ടുതരില്ല. ഇതാരാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ലോകത്ത് ഇസ്ലാം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന്, റോമൻ പാരമ്പര്യത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരികയും മുസ്ലിങ്ങളുടെ സൈന്യത്തിലും മതപരമായ കാര്യങ്ങളിലൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് മാറുകയും ചെയ്തിട്ടുള്ള ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിൽ നിന്ന് വരുന്ന ആളുകളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതായത് പാശ്ചാത്യ സൈന്യം ഭയപ്പെടുന്ന രീതിയിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില റോമൻ പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, ചില യൂറോപ്യൻസ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അവരെ വിട്ടുതരാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. ഈ പാശ്ചാത്യ സൈന്യം എന്നുള്ളത് വളരെ ശക്തമായിട്ടുള്ള, വളരെ വലിയ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിവുള്ള സൈന്യമായിരിക്കും. മുസ്ലിം സൈന്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ
മുസ്ലിം സൈന്യത്തിൽ നമുക്ക് മൂന്നായി തിരിക്കാൻ സാധിക്കും. ഒന്ന്, ഒരു വിഭാഗം ആളുകൾ 1/3 വിഭാഗം ആളുകൾ അവർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയും. അവരുടെ തൗബ, അവരുടെ പശ്ചാത്താപം ഒരിക്കലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നുള്ളത് വ്യക്തമായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ 2 വിഭാഗം ആളുകൾ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. അതിലൊരു വിഭാഗം ആളുകൾ തുടർച്ചയായിക്കൊണ്ട് യുദ്ധം ചെയ്ത് രക്തസാക്ഷികളായിട്ട് മാറും. ഇതിൽ ഷഹീദാവുന്ന രക്തസാക്ഷികളാവുന്ന ആളുകൾക്കും അതേപോലെ തന്നെ വിജയികളാവുന്ന ആളുകൾക്കും സ്വർഗം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ മൽഹമ എത്രത്തോളം ഭയാനകമായിരിക്കുമെന്ന് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധത്തിന് ശേഷം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ മുസ്ലിങ്ങളെയും അല്ലാത്തവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നായിരിക്കും. ഒരു പട്ടാളക്കാരൻ്റെ കുടുംബത്തിലെ 100 പേരെ എടുത്താൽ 99 പേരും മരണപ്പെട്ടിട്ടുണ്ടാവും. അതായത് പട്ടാളക്കാർ മാത്രമല്ല, സിവിലിയൻസ് വരെ കൊല്ലപ്പെടുന്നൊരവസ്ഥ. തൻ്റെ കുടുംബത്തിൽ താൻ മാത്രം ഒറ്റക്കായി പോകുന്ന അത്രയും ദാരുണമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും അന്ന് മനുഷ്യർ ജീവിക്കുക. ലോകം മുഴുവൻ ചിന്നിച്ചിതറിയ കീറി മുറിക്കപ്പെട്ട മനുഷ്യ ശരീരങ്ങൾ കൊണ്ടും അഴുകിയ ശവങ്ങൾ കൊണ്ടും നിറയും. ആ സമയത്തെ അന്തരീക്ഷത്തെക്കുറിച്ചും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു പക്ഷി ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പറക്കാൻ ശ്രമിച്ചാൽ അതിന് പറക്കാൻ സാധിക്കില്ല, അത് താഴോട്ട് വീഴുമെന്നുള്ളതാണ്. അത് പല കാരണങ്ങളാവാം, കെമിക്കൽ റിയാക്ഷൻസ് ആവാം, അന്തരീക്ഷം അത്രത്തോളം മലിനീകരിക്കപ്പെടുന്നൊരവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ മറ്റു പല തീവ്രതകളുമായിരിക്കാം. എന്തായാലും ഒരു പക്ഷിക്ക് പോലും, മനുഷ്യൻ മാത്രമല്ല ഒരു പക്ഷിക്ക് പോലും ജസ്റ്റ് പറന്ന് രക്ഷപ്പെടാൻ പോലും സാധിക്കില്ല. ഈ ഒരു അവസ്ഥയെ ആധുനിക പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇതൊരു പക്ഷേ വലിയൊരു ആണവ യുദ്ധമോ കെമിക്കൽ യുദ്ധമോ ആയിരിക്കാമെന്നാണ്. ഇനി ജീവനുള്ള പക്ഷികൾ മാത്രമാവണമെന്നില്ല. വായുവിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും മിസൈലുകളും അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന മറ്റു പല റോബോട്ടിക് സംവിധാനങ്ങളും ഒന്നിനു പോലും ഒന്ന് നീങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും എന്നുള്ളത്. ഇവിടെ ഒരിക്കലും മുസ്ലിങ്ങൾ ഈ ഒരു യുദ്ധത്തിന് ആഗ്രഹിച്ചിട്ടില്ല. പകരം സമാധാന കരാറിൽ ഏർപ്പെട്ട ആളുകളാണ് മുസ്ലിങ്ങൾ. പിന്നീട് പാശ്ചാത്യ ശക്തികൾ, അവരുടെ കൂട്ടായ്മ, സ്ഥിരമായി നമ്മൾ കാണുന്ന ഒരു കാര്യം കൂടിയാണത്. കരാറുകൾ അതവർ ഒരിക്കലും പാലിക്കാറില്ല. സ്വന്തം പട്ടാളത്തിന് ബലി കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ട് അവർ കാണുന്നൊരു കാര്യമാണ്. സാധാരണക്കാർ കൊല്ലപ്പെടുക എന്നുള്ളതും വളരെ സിമ്പിളാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് വിജയിച്ച ആ മുസ്ലിം സൈന്യം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ വേണ്ടി പോകും. തുർക്കിയിലാണ് ഇസ്താൻബൂൾ എന്നറിയപ്പെടുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ഉള്ളത്. മുസ്ലിങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഭാവിയിൽ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് കൃത്യമായിക്കൊണ്ട് നമുക്ക് ഈ ഹദീസിലൂടെ വായിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിൽപ്പെട്ട 70,000-ഓളം പട്ടാളക്കാർ, സൈനികർ, മുസ്ലിങ്ങൾ അവർ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നത് വരെ ലോകാവസാനം സംഭവിക്കുകയില്ല. അറബികളെ സാധാരണ പറയാറുള്ളത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പര എന്നുള്ളതാണ്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പര എന്നുള്ളത് യൂറോപ്യൻ, റോമൻ, പാശ്ചാത്യ ലോകത്തിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പാശ്ചാത്യ സൈന്യം ഭയക്കുന്ന, അവർക്കിടയിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയും മുസ്ലിങ്ങളുടെ സൈന്യത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തിട്ടുള്ള ശക്തരായിട്ടുള്ള ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിൽപ്പെട്ട യൂറോപ്യൻസ്, അവരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ തിരിച്ചു പിടിക്കുക. അതുമാത്രമല്ല, ഒരു യുദ്ധം പോലും ചെയ്യാതെയാണ് ആ നഗരത്തിനെ അവർ കീഴടക്കുന്നത്. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവർ പറയുമ്പോൾ ആ നഗരം, ആ കെട്ടിടങ്ങൾ, ആ പ്രദേശം മുഴുവനായിക്കൊണ്ട് അവരെ മുന്നിലേക്ക് കീഴൊതുങ്ങുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു സൈന്യം വിജയിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു വാർത്ത അവർ കേൾക്കുക. ദജ്ജാൽ പുറപ്പെട്ടിരിക്കുന്നു, ആൻറ്റി ക്രൈസ്റ്റ് പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത ലോകം മുഴുവൻ വ്യാപിക്കും. സത്യത്തിൽ ഇതൊരു വ്യാജ വാർത്തയായിരിക്കും. പക്ഷേ മുസ്ലിം സൈന്യം അവർ നേരെ ഷാമിലേക്ക് തിരിക്കും. അവർ ഷാമിലെത്തുന്നത് വരെ ദജ്ജാൽ പുറപ്പെടുകയില്ല. കാരണം എന്താ? ഇതൊരു വ്യാജ വാർത്തയാണ്. പക്ഷേ അവർ ഷ്യാമിലേക്ക് എത്തിയ ശേഷം ഈ വ്യാജ വാർത്ത അത് സത്യമായിട്ട് മാറും. അതായത് ദജ്ജാൽ പുറപ്പെട്ടു, ആൻറ്റി ക്രൈസ്റ്റ് പുറപ്പെട്ടു എന്നുള്ള ശരിയായ വാർത്ത അവരിലേക്കെത്തും. അങ്ങനെ ദമാസ്കസിലെ പള്ളിയിൽ അവർ സുബ്ഹി നമസ്കാരത്തിന് നിൽക്കുന്ന സമയത്ത് ആകാശത്ത് നിന്ന് മലക്കുകളുടെ, മാലാഖമാരുടെ അകമ്പടിയോടുകൂടി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അഥവാ യേശു ക്രിസ്തു അദ്ദേഹം ഇറങ്ങി വരും. ഏറ്റവും അവസാനമായിക്കൊണ്ട് മൽഹമത്തുൽ കുബ്ര എന്നുള്ളത് ക്രൈസ്തവ വിശ്വാസികളുടെ അവരുടെ വെളിപാട് പുസ്തകത്തിനകത്തുള്ള ആർമഗദോൻ യുദ്ധമാണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. പ്രവാചകൻ കൃത്യമായിക്കൊണ്ട് ഇത് ആർമഗദോൻ യുദ്ധമാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഉറപ്പിച്ച് പറയുന്നതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് കൂടുതൽ സൂക്ഷ്മത എന്നെനിക്ക് തോന്നുന്നു. പാലസ്തീനിലെ മൗണ്ട് മെഗിദോ അല്ലെങ്കിൽ മെഗിദോ കുന്നുകൾ എന്ന വാക്കിൽ നിന്നാണ് ആർമഗദോൻ എന്ന പേര് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഈ മെഗിദോ കുന്നുകളെ കേന്ദ്രീകരിച്ചായിരിക്കും ലോകാവസാനത്തിലെ ആ മഹായുദ്ധം നടക്കുക എന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത്.
ചരിത്രത്തിൽ വലിയ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ മഗിദോ കുന്നുകൾ എന്നുള്ളത്. മുൻപ് ഈ മഗിദോ നഗരം ഈജിപ്ഷ്യൻ ഫറോവയായിരുന്ന തുത്മോസ് മൂന്നാമൻ പിടിച്ചടക്കുകയും പിന്നീട് ചരിത്രത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ സോളമൻ ചക്രവർത്തി അദ്ദേഹം അത് പിടിച്ചടക്കുകയും തൻ്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു.